അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തിയപ്പാത്തി കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സബോളയൊക്കെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ ഇങ്ങനെ വഴറ്റി കൊടുക്കുകയാണ്. മക്കൾക്കൊന്ന് ലീവാണ്. അപ്പോൾ കുറേ ദിവസമായിട്ടോ കൊത്തിയപ്പാത്തി ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. സബോള അവിടെ കിടന്നിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി വഴറ്റി കൊടുക്കാം. സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല കുറച്ചുള്ളൂ. അത് മുളകിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി അതുപോലെ ഞാൻ കുറച്ചിട്ടുള്ളൂ. കുട്ടികൾക്ക് അത്ര എരി പറ്റത്തില്ല. അപ്പോൾ കുറച്ച് മുളക് വെക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ്. ഇനി വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. അത് ഇളക്കി കൊടുക്കാം. എല്ലാ പൊടികളും ചേർത്തിട്ടൊരു കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. സോസ് കെച്ചപ്പ് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ചിക്കൻ ഞാൻ വറുത്തതാണ്. അത് കുറച്ച് നുള്ളി വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. ഞാൻ അത് ഇതിലേക്കിട്ട് കൊടുക്കണം കേട്ടോ. ഈ ചിക്കൻ പീസിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് കൊടുത്തിട്ട് വഴച്ചെടുക്കാം. ഗ്രേവി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളതാ ചപ്പാത്തികളൊക്കെ ഇങ്ങനെ നുറച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതായിട്ട് തുറക്കാം. പോലെ ഇത് ഇളക്കാം. കുറച്ച് ചപ്പാത്തി കൊണ്ടാണ് അതേപോലെ ഞാൻ ഈ ഷേപ്പിലാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കൊത്തിയപ്പാത്തി ഇത് റെഡിയായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ കൊത്തിയപ്പാത്തി.